കൈരളിയുടെ എല്ലാ പ്രേക്ഷകർക്കും ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ബഹുമാനപ്പെട്ട ജഡ്ജിംഗ് പാനൽ, എൻ്റെ നമസ്കാരം. ഭാര്യയായാലും ഭർത്താവായാലും ഏത് ബന്ധമായാലും ജീവിതം യാചിച്ച് നിൽക്കുന്നത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു, കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് യാചിച്ച് നിൽക്കുക. അതിനുവേണ്ടി പല വേദികളിലും പല സ്ഥലങ്ങളിലും മധ്യസ്ഥത്തിനും ഒത്തുതീർപ്പിനും പോവുക. ഒരു വഴിയും കാണാതെ ജീവിതം സാക്ഷിയിലേക്ക് വരുമ്പോൾ സത്യത്തിൽ അവരോട് സഹതാപവും വേദനയും തോന്നാറുണ്ട്. സത്യാവസ്ഥ എന്തു തന്നെ ആയാലും ഈശ്വരൻ്റെ മുമ്പിലുള്ള സത്യം പിന്നീട് ശരിയാകും എന്ന് തോന്നുന്ന എത്രയോ കേസസ് ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇവിടെ. കാരണം പിന്നെ ഇവിടെ വന്ന് പല കള്ളങ്ങളും പറഞ്ഞവരും അല്ലെങ്കിൽ വെറുതെ ജയിക്കാൻ വേണ്ടി ഒരാളുടെ പേരിൽ ആരോപണങ്ങൾ ഉന്നയിച്ചവരും ഒക്കെ ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ശരിയായ നല്ല രീതിയിൽ ജീവിതം മുമ്പോട്ട് നയിക്കുന്ന പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. ചിലർ ഞങ്ങളോട് എല്ലാം സമ്മതിച്ചിട്ട് പുറത്തു പോയി കഴിയുമ്പോൾ നേരെ വിരുദ്ധമായിട്ട് പെരുമാറുന്നവരെ കണ്ടിട്ടുണ്ട്. എന്തു തന്നെ ആയാലും ജീവിതം സാക്ഷി എന്ന ഈ പരിപാടിയുടെ സത്യസന്ധത കൂടുതൽ പേർക്ക് ബോധ്യപ്പെട്ടു എന്നറിയുന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. ഇന്നും തിരുവനന്തപുരത്തിനടുത്ത് നേമത്ത് നിന്നും രശ്മി എന്ന പെൺകുട്ടിയാണ് ഞങ്ങൾക്ക് പരാതി തന്നിരിക്കുന്നത്. ഭർത്താവും കുടുംബവും ഒത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, പിണക്കങ്ങളൊക്കെ മാറ്റി തരണം എന്നുള്ളതാണ് രശ്മിയുടെ പരാതി. നേമത്ത് എവിടെയാണ് രശ്മി വീട്? വെള്ളായണിയിൽ. ആരൊക്കെയുണ്ട് വീട്ടില്? അച്ഛനും അമ്മയും മോളുണ്ട്, അനിയത്തി ഉണ്ട്. അനിയത്തി കല്യാണം കഴിഞ്ഞു പോയി, ഇപ്പം പ്രസവത്തിന് വന്നിട്ടുണ്ട്. വീട്ടിലുണ്ട്. അനിയത്തി എവിടെ താമസം? കല്യാണം കഴിഞ്ഞു എന്റെ ഭർത്താവിന്റെ കൂട്ടുകാരൻ തന്നെയാണ് കല്യാണം കഴിച്ചുകൊണ്ടുപോയ കോഴിക്കോട്. എത്ര വയസ്സിലാണ് രശ്മിയുടെ കല്യാണം? 22. അതിനു മുമ്പ് ഇവിടം വരെ പഠിത്തം പൂർത്തിയാക്കി? ഞാൻ GNM പാസ്സായി. ജോലിക്കൊന്നും ശ്രമിച്ചൊന്നുമില്ല? ഇല്ല. പിന്നീട് എനിക്ക് വേറെ ജോലി ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ GG ഹോസ്പിറ്റലിലാണ് പഠിച്ചിരുന്നത്. അപ്പൊ ഞാൻ പഠിച്ചിറങ്ങിയപ്പോഴേക്ക് ഹോസ്പിറ്റൽ അടച്ചത് കൊണ്ട് ബാക്കി SUT ഹോസ്പിറ്റലിലാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ അവിടെ രജിസ്ട്രേഷന്റെ എന്തോ ഒരു ചെറിയ ലാക്കിങ് വന്നപ്പോ അപ്പം വീട്ടിലും കുറച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ വന്ന് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയപ്പോൾ ഞാൻ കുറച്ചാൾ മുത്തശ്ശേരി അവിടെ നിന്നു. അവിടെ നിന്നിട്ട് എനിക്ക് തൃശ്ശൂർ ഒരു കമ്പനിയിൽ ജോലി കിട്ടി. അതെന്താ? വീട്ടിലെന്തായിരുന്നു ഇഷ്യൂ? വീട്ടില് കുഞ്ഞുനാള് മുതലേ എന്ന് പറഞ്ഞ അമ്മയായിട്ട് ഒരു ചെറിയ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു രശ്മിക്ക് അമ്മയുമായിട്ട്. അപ്പം ചെറിയ കാര്യങ്ങളുടെ പോലെ അവിടെ അതൊരു പല പ്രശ്നങ്ങളായി. കാരണം രശ്മിക്ക് എന്താ തോന്നാൻ കാര്യം? അമ്മയ്ക്ക് രശ്മിയുടെ സ്നേഹക്കുറവുണ്ടെന്നോ? എനിക്ക് ഞാൻ ഡ്രോയിങ് ചെയ്യുമായിരുന്നു, അല്ലാതെ എഴുതുമായിരുന്നു, പ്രസംഗ മത്സരത്തിനൊക്കെ പോയത്. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അമ്മയുടെ ഭാഗത്തുനിന്ന് എനിക്ക് പഠിത്തത്തിലായാലും ഒരു സപ്പോർട്ട് അങ്ങനെ കിട്ടിയിട്ടില്ല. അച്ഛൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അനിയത്തിക്ക് എല്ലാ കാര്യങ്ങളും ഒരു PTA മീറ്റിംഗ് വന്നു കഴിഞ്ഞാലും അമ്മയുടെ ഇത് എനിക്ക് ഭയങ്കര ഒരു ഡിസ്റ്റൻസ് ആയിരുന്നു. അനിയത്തിക്ക് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒന്നുമില്ല, പഠിത്തത്തില് അതില് സപ്പോർട്ടീവ് ആണ്. ആൾക്കും ബർത്തില് കുറച്ച് കോംപ്ലിക്കേഷൻ, ജോണ്ടിസ് ഒക്കെ ആയിട്ട് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ആയി ജനിച്ച കുട്ടിയാണ് അനിയത്തി. അപ്പം ആ കെയറിങ് ഒക്കെ ആയപ്പോ എനിക്ക് മെന്റലി ആ ഒരു ഡിസ്റ്റൻസ് വന്നപ്പോ പിന്നെ വളർന്നപ്പോ അത് കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞാൻ വീട്ടിൽ തന്നെയാണ്. കഴിഞ്ഞ 1 വർഷമായിട്ട് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. അമ്മ അച്ഛനും തന്നെയാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പല വഴിക്കും ഒത്തുതീർപ്പിനൊക്കെ ശ്രമിക്കുമ്പോൾ അവര് തന്നെയാണ് എല്ലാം ചെയ്തൊക്കെ തരുന്നതൊക്കെ അവര് തന്നെയാണ്. പക്ഷെ ഈ ഒരു ഡിസ്റ്റൻസ് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. അതിപ്പോ എന്താന്ന് പറയുമ്പോൾ അനിയത്തി അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രസവത്തിൽ വന്ന കുട്ടിയായതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിച്ചിരിക്കും. പിന്നെ അമ്മയ്ക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനേക്കാൾ കൂടുതൽ പഠിത്തത്തിനോടാണ് താല്പര്യം. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ ആ കാര്യത്തിൽ കൂടുതൽ ഒരു ശ്രദ്ധ വെട്ടുന്നുണ്ട് അനിയത്തിക്ക്. അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ചിലർക്ക് അമ്മമാർക്ക് ഇപ്പം ഡാൻസും പാട്ടും കാര്യങ്ങൾക്കൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും. അപ്പം രശ്മിക്ക് അതായിരുന്നു താല്പര്യം കൂടുതൽ. പഠിക്കുമായിരുന്നു, എന്നാലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ കുറെ കൂടി സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അവർക്കത് ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ അത് മനസ്സിന്റെ തോന്നലാണ്. രശ്മി ഇപ്പൊ അമ്മയായപ്പം കുറെയൊക്കെ മാറിയിരിക്കണം അല്ലേ? ഇനി കുറച്ചുകൂടെ പ്രായമാകുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യും, നമ്മൾ അയ്യോ നമ്മൾ വിചാരിച്ചത് അങ്ങനെ അല്ലല്ലോ എന്ന് തോന്നും. പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു എന്താ പറയുന്ന എല്ലാ ഘട്ടങ്ങളിലും രശ്മിക്ക് മനസ്സിലാക്കാണ് അമ്മ സപ്പോർട്ട് ചെയ്ത് അതുപോലെ അല്ല മറ്റുള്ളവര്. ഇത് പിന്നെ എന്തുകൊണ്ട് അത്ര ഒരു അമ്മമ്മയുടെ കയ്യിലോട്ട് മാറ്റി അവിടെ പഠിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ അവിടെ നിന്നാ മതി തോന്നാൻ കാര്യം? വീട്ടില് ഈ ജോലി കിട്ടാനൊക്കെ താമസിച്ചപ്പം ചെറിയ സംസാരങ്ങളൊക്കെ ആയി. അപ്പൊ പിന്നെ അത് കുറച്ച് വീട്ടിന്റെ അകത്ത് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ. പഠിച്ചോണ്ടിരുന്നപ്പോ ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്ന അച്ഛനാണ്? ലോണായിരുന്നു. ലോണിലാണ്? ബാക്കിയൊക്കെ അച്ഛൻ
അമ്മയ്ക്ക് അന്ന് ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു, മെഡിക്കൽ കോളേജിലെ ക്യാൻറ്റീനിൽ ഉണ്ടായിരുന്നു. അച്ഛന് പന്തൽ വർക്കായിരുന്നു, സൂര്യ ഫെസ്റ്റിവലിന്റെ വർക്കും ഒക്കെ അച്ഛൻ ചെയ്യുമായിരുന്നു. ഇപ്പൊ അച്ഛന് ഞാൻ 7 പഠിക്കുമ്പോൾ സുഖമില്ലാതായതിനു ശേഷം അച്ഛൻ്റെ സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടതിന് ശേഷം ഇപ്പൊ കൂലിക്ക് പോവുകയാണ് അച്ഛൻ. ഇപ്പൊ പോകുന്നില്ല, കുറച്ച് നാളായിട്ട് അച്ഛന് BP-യുടെ പ്രോബ്ലം ഒക്കെ ആയിട്ട് അച്ഛൻ ഇപ്പം ഞങ്ങൾക്ക് ജംഗ്ഷനിൽ തന്നെ ഒരു ചെറിയ ചായക്കടയുണ്ട്, അച്ഛനും അമ്മയും കൂടെ അത് നോക്കുന്നുണ്ട്. അപ്പൊ അമ്മൂമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് വിട്ടത്? ഇല്ല, ഞാൻ പോയതാണ്. വീട്ടിൽ ഇഷ്യൂ ആയപ്പോ ഞാൻ വീട്ടിൽ അനിയത്തിയായിട്ട്, വീട്ടിലെ ഇഷ്യൂ പിന്നെ ഞാനും അനിയത്തിയായിട്ട് ആയി. അങ്ങനെ ഞാൻ അനിയത്തിയെ അടിച്ചപ്പോ പിന്നെ അച്ഛൻ വരുമ്പോ എന്നെ എന്തെങ്കിലും ചെയ്യും പേടിച്ചിട്ട് ഞാൻ അമ്മൂമ്മയുടെ അടുത്ത്. അപ്പൊ അമ്മൂമ്മ പറഞ്ഞു അമ്മയുടെ അമ്മയാണ്, അമ്മയുമായിട്ടൊന്നും വലിയ റിലേഷൻ ഇല്ല, ആ സമയത്തും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ദിവസം നീ എൻ്റെ അടുത്ത് വന്ന് നിക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ ആയിട്ട് പോയി അമ്മ. അപ്പൊ അന്ന് വൈകുന്നേരം അച്ഛൻ മദ്യപിച്ചിട്ട് വീട്ടിൽ വന്ന് കുറച്ച് സംസാരിച്ചു. അടുത്ത ദിവസം അമ്മയും അനിയത്തിയും കൂടെ വീട്ടിൽ വന്നിട്ട് എനിക്ക് അമ്മ 2-3 മാസം മുമ്പ് ഒരു മാല വാങ്ങി തന്നിരുന്നു. നേരം വെളുത്തിട്ടുണ്ടായിരുന്നില്ല. അനിയത്തി വന്നിട്ട് എൻ്റെ അമ്മ വാങ്ങിയതാണ്, അത് നീ ഇടണ്ടെന്നും പറഞ്ഞ് എൻ്റെ കഴുത്തിൽ നിന്ന് ഊരിക്കൊണ്ട് പോയി. അപ്പൊ അതൊക്കെ വന്നപ്പോൾ പിന്നെ മാമൻ വന്നു, അമ്മയുടെ അനിയൻ വന്നിട്ട് പ്രശ്നം കോംപ്രമൈസ് ചെയ്യാം, നമുക്ക് എന്തായാലും നിന്റെ വീട്ടിൽ പോവാം, ഞാനും വരാം, എൻ്റെ കൂടെ പുറപ്പല്ലേ എന്നും പറഞ്ഞ് മാമൻ വിളിച്ചുകൊണ്ട് പോയിട്ട് അത് അവിടെ ചെന്നപ്പോൾ മാമ അത് വേറൊരു രീതിയിൽ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് പ്രശ്നമാക്കി. അവസാനം നിയമ സ്റ്റേഷനിൽ പേപ്പർ കൊടുത്തു. അങ്ങനെ എൻ്റെ പൂർണ്ണമായിട്ട് ഉത്തരവാദിത്തം അമ്മൂമ്മയ്ക്കായി. അപ്പം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള മധ്യസ്ഥതയേ ഉള്ളൂ, അല്ലാതെ കോടതിയിലെങ്ങും പോയിട്ടില്ല. ഇല്ല. അവരവിടെ ഒന്ന് വഴക്ക് വേണ്ട, അമ്മൂമ്മയുടെ അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞു. അമ്മയും അവരുടെ വീട്ടുകാരും തമ്മിൽ നേരത്തെ അകൽച്ചയിലായിരുന്നു അമ്മയായിട്ട്. അപ്പൊ അത് കഴിഞ്ഞപ്പോ എനിക്കൊരു ജോലി എങ്ങനെയെങ്കിലും കുറച്ച് നാളത്തേക്കെങ്കിലും എനിക്ക് തുടർന്ന് പഠിക്കണം, പോസ്റ്റ് BSc എടുക്കണം. അപ്പൊ ഇനി എനിക്ക് ലോണിന് പോകാൻ പറ്റില്ല, കാശ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം. അങ്ങനെ ഞാൻ ഒരു മാർക്കറ്റിംഗ് ഫീൽഡ് തൃശ്ശൂര് തന്നെ, തൃശ്ശൂര് ഇമ്പൾസിന്റെ DK ബുക്സ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്, അവിടെ ജോയിൻ ചെയ്തു. കുറച്ച് അവിടുത്തെ എൻ്റെ സീനിയർ ആയിരുന്നു ഹസ്ബൻഡ് ആള്. അവിടെ നല്ല മാർക്കറ്റിംഗ് ആണ്, നമുക്ക് കമ്മീഷൻ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ പൈസ കുറച്ച് നാളത്തെ ട്രെയിനിങ് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് മണിയൊക്കെ മേക്ക് ചെയ്തു. അമ്മൂമ്മയ്ക്കും കുറച്ച് കൊടുത്തു. കുറച്ച് മാസം അമ്മൂമ്മ 1-ാം തീയതി ഗുരുവായൂർ തൊഴാൻ വരുമ്പോൾ എന്നെ കാണാൻ വരാറുണ്ടായിരുന്നു. മുത്തശ്ശിക്കും കാശ് കുറച്ച് കൊടുക്കുമായിരുന്നു. ഞാനും എൻ്റെ കാര്യങ്ങൾ അവിടുത്തെ ചെലവും എല്ലാം സേവിങ്സും ഒക്കെ. ഭർത്താവിന്റെ പേരെന്താ? അഖിൽ. ആളെന്റെ അവിടുത്തെ സീനിയർ ആയിരുന്നു. അപ്പം അവിടെ മുത്തശ്ശി അവിടെ ഞാൻ 1.5 വർഷം ജോലി ചെയ്തു. മുത്തശ്ശി വരുമ്പോഴൊക്കെ ആളാണ് കൂടുതൽ മുത്തശ്ശിക്ക് ആ ഫുഡ് വാങ്ങിക്കൊടുക്കാനും. ഞാൻ പുറത്ത് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആൾ ഓഫീസിലുണ്ടെങ്കിൽ അമ്മൂമ്മ ബസ് കയറ്റി വിടാനും റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാനും ഒക്കെ ആള് തന്നെയാണ്. അപ്പൊ മുത്തശ്ശിക്ക് ആള് നല്ല പരിചയക്കാര്, സീനിയർ ജൂനിയർ. എനിക്ക് ആള് ട്രെയിനിങ് 2 അനിയത്തിമാരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴ്. അപ്പൊ അവര് എങ്ങനെ കെയർ ചെയ്യുന്ന അതുപോലെ നമ്മളെ പുറത്ത് ഇപ്പോ അറിഞ്ഞൂടാത്ത ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ എങ്ങനെ വർക്ക് ചെയ്യണമെന്നോ ഏത് ഏരിയയിൽ, അപ്പൊ മിക്കവാറും ആള് തന്നെ നമ്മുടെ പിറകെ ഉണ്ടാവും. നമുക്കൊരു സെക്യൂരിറ്റി ആള് നന്നായിട്ട് കൊണ്ടുപോകുമ്പോൾ നല്ല ഇതായിരുന്നു ആള്. അപ്പം എല്ലാ ലേഡീസ് സ്റ്റാഫിനോടും ഈ ഒരു പരിഗണന എല്ലാവരും നല്ല കെയർ തന്നെയായിരുന്നു. അത് ഓഫീസിന്റെ അകത്ത് എല്ലാരും പറയുമായിരുന്നു. നമുക്ക് ധൈര്യമായിട്ട് ആളിന്റെ കൂടെ പറഞ്ഞു വിടാം, നമ്മളൊരു ഹരാസ് ചെയ്യുക അങ്ങനെ ഒന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ബിസിനസ്സിൽ ഡൗൺ വന്നാലും പറഞ്ഞു തന്ന് കമ്മപ്പ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ ആള് ആൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു മാർക്കറ്റിങ്ങില്. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങള് ഓഫീസ് 1.5 വർഷമൊക്കെ ആയപ്പോൾ ഒന്ന് ലാക്കായി. അവിടുത്തെ ഗെയ്സ് ഒക്കെ കുറഞ്ഞതുകൊണ്ട് ഓഫീസ് ബാംഗ്ലൂരിലേക്ക് മാറ്റുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മുത്തശ്ശിക്ക് എൻ്റെ ഉത്തരവാദിത്തം മുത്തശ്ശിക്കല്ലേ. അപ്പോൾ മുത്തശ്ശി കല്യാണം ആലോചിക്കാമെന്ന് പറഞ്ഞ് ഓഫീസിലൊക്കെ വന്ന് 2-3 ആലോചനയുടെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങളൊരു കുടുംബമായിരുന്നു ഓഫീസിൻ്റെ അകത്ത് എല്ലാവരും. രാവിലെ 7:30 വന്നു കഴിഞ്ഞാൽ രാത്രി ഒരു 9 മണി വരെ അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഇതിൻ്റെ ഇടയിൽ 11 മണിക്ക് ശേഷം 6-7 മണിക്കകത്ത് ഞങ്ങൾക്ക് വർക്കുള്ളൂ. ഇതിനിടയിലാണ് ഈ മണി മേക്കിങ്ങും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എല്ലാവരും ഒരു കുടുംബമായിരുന്നു. അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്യും, എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും പറയും. അപ്പോൾ ഓഫീസിൽ പോയപ്പോൾ തന്നെ എൻ്റെ ബന്ധുക്കൾ കുറച്ച് പേര് പറഞ്ഞു, ഒരിക്കലും അവിടെ ചെന്നിട്ട് അച്ഛൻ്റെ അമ്മേരെ ഉടക്കിയിട്ട് പോലീസ് കേസായിട്ട് വന്ന് എന്ന് ചെന്ന് പറയരുത്. അവിടെ നിന്ന് അവർ ചിലപ്പം വേറൊരു രീതിയിൽ ഒറ്റയ്ക്കാണ് പോയി നിൽക്കണം, വേറൊരു രീതിയിൽ ആക്കും, ആരുമില്ല. അപ്പൊ പറഞ്ഞാൽ മതി, നീ കുഞ്ഞുനാൾ മുതലേ അമ്മമ്മേരുടെ അടുത്താണ് നിൽക്കണേ, അമ്മമ്മയാണ് നിന്റെ കാര്യങ്ങൾ നോക്കണേ, അച്ഛനും അമ്മയും നിന്നെ അമ്മമ്മേരുടെ അടുത്ത് കൊണ്ടാക്കി കുഞ്ഞുനാൾ മുതലേ അങ്ങനെ. അപ്പൊ ഞാൻ അത് തന്നെ എല്ലാവരുടെ അടുത്തും പറഞ്ഞു. അപ്പൊ അതിൻ്റെതായ ഒരു കെയറിങ് എനിക്ക് അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും എന്നെ നോക്കും.
അപ്പം ഓഫീസിൽ 1.5 വർഷമായപ്പോൾ പോകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു ഞാൻ ബാംഗ്ലൂരിലേക്കില്ല, എനിക്ക് വരാൻ താല്പര്യമില്ല, ഞാൻ നാട്ടിൽ പൊയ്ക്കോളാം, എന്തായാലും എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ആയിക്കാണ്, ഞാൻ അവിടെ പോയി ജോലി ചെയ്ത് ഞാൻ നോക്കിക്കോളാം. അപ്പോഴും ആളൊരു ദിവസം വർക്ക് ചെയ്യാൻ പോയപ്പോൾ ഒന്നിച്ചാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു പോവുകയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ പോവും, പക്ഷെ ഞാൻ മാനേജറുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു പോവും, എനിക്ക് ബാംഗ്ലൂരൊന്നും വരാനായിട്ടുള്ള താല്പര്യമില്ല. അപ്പം ആൾ പറഞ്ഞ് എന്നാൽ എനിക്കൊരു സഹായം ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഓ എനിക്കൊരു പെൺകുട്ടിയായിട്ട് ഇഷ്ടമാണ്. ആളിങ്ങോട്ട് പറഞ്ഞു എനിക്കൊരു പെൺകുട്ടിയായിട്ട് ഇഷ്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞു എങ്കിൽ ഞാൻ സഹായിക്കാം. അപ്പം ഞാൻ തിരുവനന്തപുരത്ത് പോവല്ല. അപ്പോൾ ആളിൻ്റെ വീട്ടിലൊക്കെ അച്ഛൻ മദ്യപാനാണ്. അപ്പം വീട്ടിൽ അച്ഛൻ കിട്ടുന്ന കാശ് അച്ഛൻ മദ്യപിക്കുക, അച്ഛൻ നല്ലൊരു കുക്കാണ്. അപ്പോൾ കിട്ടുന്ന കാശ് അച്ഛന് കിട്ടുന്ന കാശെല്ലാം അച്ഛൻ മദ്യപിച്ചിട്ട് വീട്ടിലൊന്നും കൊടുക്കില്ല. അമ്മ തൊഴിലുറപ്പിൻ്റെ പണിക്കോ പിന്നെ പശു ഉണ്ട് അതിൻ്റെ കാര്യം നോക്കി 2 അനിയത്തിമാരാണ് ഉള്ളത്. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം ആളിൻ്റെ കയ്യിലാണ്, വേറെ ഒന്നും നിവർത്തിയില്ല. അപ്പം പെട്ടെന്നൊരു ഞാനൊരു കല്യാണത്തിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് വീട്ടുകാർ എതിർക്കും. അപ്പം ഞാൻ പറഞ്ഞ് എങ്ങനെയെങ്കിലും എതിർപ്പാണെങ്കിൽ തിരുവനന്തപുരത്ത് വരാം. തിരുവനന്തപുരത്ത് വന്ന് ഇപ്പം ഞാനും കല്യാണം കഴിഞ്ഞുവാണെങ്കിൽ എൻ്റെ മുത്തശ്ശിക്ക് ആരും ഉണ്ടാവില്ലല്ലോ, മുത്തശ്ശിക്ക് ആളെ കാര്യമാണ്, അപ്പോൾ ഒന്നിച്ച് നിൽക്കാമല്ലോ അവർക്ക് എന്ന് പറഞ്ഞു. നിങ്ങളെ വീട്ടിൽ ഇതാവുമ്പോൾ നിങ്ങൾക്ക് പോവാം, ഞാനും ഒരു ഫ്രണ്ടായിട്ട് നിന്ന് ഹെൽപ്പ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു. അപ്പം ആരാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓഫീസിലുള്ള തന്നെ ഒരു കുട്ടി ആണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല. സാർ ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ ഞങ്ങൾക്ക് ജോലി. ഞാൻ പറഞ്ഞു തിരുവനന്തപുരം പോലുള്ളൊരു സിറ്റിയിൽ പെട്ടെന്നൊരു ജോലി അന്വേഷിക്കാൻ എളുപ്പമാണ്. ഇപ്പം മാർക്കറ്റിംഗ് ആയതുകൊണ്ട് അവിടെ ഏത് ഡിവിഷനിലും കിട്ടും. പിന്നെ കൂടെ ജോലി ചെയ്ത ആൾ ടെലികോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ടെലികോളറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കും ജോലി കിട്ടും, നിങ്ങൾക്ക് അതിനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ അതുവരെ നിങ്ങൾക്ക് താമസത്തിനുള്ളത് മുത്തശ്ശി നോക്കിക്കോളും, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോഴാൾ കരഞ്ഞു, പെട്ടെന്ന് കരഞ്ഞിട്ട് പറഞ്ഞ് എനിക്കിഷ്ടം ആരാന്നറിയോ, ആ കുട്ടിയല്ല, എനിക്ക് നിന്നെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പം ഓൾറെഡി എനിക്കും ആളെ ഇഷ്ടമായിരുന്നു, ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് ആളറിഞ്ഞത് ഞാൻ ഡയറി എഴുതുമായിരുന്നു. അന്നുള്ള കാര്യങ്ങളെല്ലാം കുറിച്ചിട്ട് ഡയറി ചെയ്തത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നൊരു കുട്ടി ആളിൻ്റെ കൊണ്ട് കൊടുത്തു, ആളിൻ്റെ ജൂനിയറായിട്ട് വന്ന. അപ്പം ആ കുട്ടി വഴിയാണ് ആളറിഞ്ഞ്. പിന്നെ ഞാൻ പറഞ്ഞ് ഇപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും ആളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടില്ല, ഇനി മുത്തശ്ശിയുടെ അടുത്ത് ചോദിക്കണം, മുത്തശ്ശി തീരുമാനം എടുക്കണം. അങ്ങനെ അമ്മമ്മയെ ഗുരുവായൂർ വിളിപ്പിച്ചു. വാര്യർ സമാജ ലോഡ്ജിലോ ആണ് എടുത്തത്. അപ്പോൾ അവിടെ വന്ന് ഏട്ട സംസാരിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കുന്നതാണ്, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടേ കൊണ്ടുപോവുക, അത് പോയി കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഇഷ്യൂ ആവരുത് നമുക്കിടയിൽ, എല്ലാം അറിഞ്ഞിട്ട് എന്നെ സ്വീകരിക്കണമെങ്കിൽ ഇനി സ്വീകരിച്ചാൽ മതി എന്ന കാര്യം എൻ്റെ അടുത്ത് പോലും അല്ല കല്യാണം ആലോചിക്കുന്നത്, മുത്തശ്ശിയുടെ അടുത്താണ്. എന്നിട്ട് ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നു. ഇവിടെ ഞങ്ങൾ നേമത്തൊരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആദ്യം ഫെബ്രുവരി 15-ാം തീയതി ആയിരുന്നു ദിവസം നോക്കിയത്. അങ്ങനെ എല്ലാം ആയി. വീട്ടിൽ പറഞ്ഞിട്ടില്ലായിരുന്നു, എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. പറഞ്ഞാൽ നടത്തി തരില്ല എന്ന് എല്ലാവരും കൂടെ പറഞ്ഞു. കാര്യം നല്ല ചെക്കനാണ്. അപ്പോൾ അവർ വന്ന് എന്തെങ്കിലും ഒരു ഇതുണ്ടാക്കി അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ എന്തെങ്കിലും ഒരു അങ്ങനെ പറഞ്ഞു. ആ ഒരു മാനസികാവസ്ഥയിൽ ഞാനും വിശ്വസിച്ചു. അത് കഴിഞ്ഞ് അപ്പം അണ്ണനൊക്കെ വന്നു. അതിൻ്റെ വലിയ അമ്മയുടെ ചേച്ചിയും ചേച്ചിയുടെ മോനും എൻ്റെ അമ്മയാണ് വളർത്തിയത്. ആള് വന്നിട്ട് പറഞ്ഞു ചിറ്റപ്പൻ ആരെ അറിയിച്ചില്ലെങ്കിൽ ചിറ്റപ്പന് അച്ഛനെ അറിയിക്കാണ്ട് നീ നടത്തരുത് എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞ് എൻ്റെ കല്യാണമാണ്. അപ്പം അച്ഛൻ ഓടി വന്നു. അച്ഛനും വീട്ടിൻ്റെ അടുത്തുള്ള ഒരാളുമായിട്ട് വന്നു, സംസാരിച്ചു. പറഞ്ഞു നിന്റെ അമ്മയെ കാണണ്ടേന്ന് വെച്ചിട്ട് അവർ ഫോൺ ചെയ്തിട്ട് ഓട്ടോയിൽ വന്നു, സംസാരിച്ചു. അപ്പോഴും സംസാരിക്കുന്നത് അനിയത്തിയാണ്. ഏട്ടൻ്റെ അന്ന് രജിസ്റ്റർ ചെയ്യാനുള്ള പേപ്പേഴ്സ് ഒന്നും ഏട്ടൻ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. കൊണ്ടുവന്നും പറഞ്ഞു ഒരാഴ്ച ഏട്ടൻ വീട്ടിൽ പോയപ്പോൾ വീട്ടിലെല്ലാവരുമായിട്ട് ഇത് സംസാരിച്ചു. ഏട്ടൻ്റെ അച്ഛൻ എൻ്റെ അണ്ണനെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. ഒരു പ്രശ്നമില്ല. പക്ഷെ ഇപ്പം കല്യാണം നടത്തി കഴിഞ്ഞാലും ഞങ്ങളുടെ വീട്ടിൽ 2 പെൺകുട്ടികളുണ്ട്, ഇത് നാട്ടുമ്പുറമാണ്, ഇപ്പം വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ ഇഷ്യൂസ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും, 2 കൊല്ലം നിങ്ങൾ കാത്തിരിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഏട്ടൻ അത് കഴിഞ്ഞ് വന്നു. 22-ാം തീയതി ഫെബ്രുവരി 22-ാം തീയതി മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ അവിടെ വെച്ചിട്ട് മുന്നിൽ വെച്ച് താലി കെട്ടി. അല്ല വെയിറ്റ് ചെയ്യണ്ടെന്നുള്ള അഭിപ്രായം ആരുടെ ആയിരുന്നു? ഏട്ടന്റെ ആയിരുന്നു. വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഇനിയിപ്പം നീണ്ടു പോവും. കല്യാണം നടത്താൻ തീരുമാനിച്ചു. അപ്പം അങ്ങനെ 22-ാം തീയതി താലി കെട്ടി. അന്ന് രജിസ്ട്രേഷന് പോയിട്ട് നടന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് 3 പ്രാവശ്യം പൂവാർ സബ് രജിസ്ട്രാർ ഓഫീസിൽ ആപ്ലിക്കേഷൻ കൊടുത്തു. ഒപ്പിടാനായിട്ട് 1 മാസം കഴിഞ്ഞ് ആള് വന്നിട്ടില്ലായിരുന്നു. ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് ആളങ്ങ് ഇതാവും. പിന്നെ ഈ 22-ാം തീയതി കല്യാണം കഴിഞ്ഞു. അന്ന് വല്യമ്മേരവിടെ തങ്ങി. 23-ാം തീയതി വൈകുന്നേരം അണ്ണനും ഏട്ടനും എല്ലാം അച്ഛനെ വിളിച്ചു. എൻ്റെ അച്ഛനെ വിളിച്ച് സംസാരിച്ചിട്ട് നേരെ ഞങ്ങളുടെ വീട്ടിൽ വന്നു. അവിടെ ഇരുന്ന് എല്ലാം സംസാരിച്ച് ഒത്തുതീർപ്പാക്കി. പിന്നെ ഞങ്ങളുടെ വീട്ടിലായി താമസം. അച്ഛൻ്റെ അമ്മയുടെ കൂടെ
ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് അച്ഛനും അമ്മയും കൂടെ പറഞ്ഞിട്ട് അവിടെ നിന്നു. അണ്ണനും ഒക്കെ വന്നിട്ട് എന്നെ സംസാരിച്ച് നിന്നു. അങ്ങനെ അവിടെ തന്നെ 1.25 വർഷത്തോളം അവിടെ. അതിനിടയിൽ മോള് ജനിച്ചു. ഏട്ടന് മോള് തന്നെയാണ് വേണമെന്ന് ആഗ്രഹമായിരുന്നു, അത്ര സന്തോഷം. പക്ഷെ ഡെലിവറി ഇത്തിരി കോംപ്ലിക്കേഷൻ ആയപ്പോൾ മോള് വെന്റിലേറ്ററിലൊക്കെ ആയി. അങ്ങനെ മഷി ഉള്ളിപ്പോയി, ശ്വാസകോശമൊക്കെ അടഞ്ഞു. എനിക്ക് ബ്ലഡ് ഒരു ക്ലോട്ട് വീണിട്ട് അതിൻ്റെതായ അങ്ങനെ 26 ദിവസം ഞാനും മോളും SIT-ൽ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഫെബ്രുവരി 4-ാം തീയതിയാണ് തിരിച്ച് വീട്ടിൽ വരുന്നത്. ഇതിനിടയ്ക്ക് മാറി താമസിച്ചു. അത് വീട്ടില് ഈ പൈസയുടെ ഇഷ്യൂ വന്നപ്പോൾ 8-ാം മാസം 7 തുടങ്ങിയ സമയത്ത് വീട്ടില് അമ്മയും ഞാനും ഒക്കെ ആയിട്ട് സംസാരമായി. പിന്നെ ദേഹോപദ്രവത്തിലെത്തിയപ്പം അച്ഛൻ തന്നെ എന്നെ അല്ലല്ല ഏട്ടൻ അപ്പോഴൊന്നും ഉപദ്രവിച്ചിട്ടില്ല. അപ്പൊ എന്തായിരുന്നു അമ്മയുടെ പ്രശ്നം? ഫിനാൻഷ്യലി ഇതൊരു ഭാരമായിട്ട് നിങ്ങളിവിടെ താമസിക്കുകയാണ്. അമ്മ ഭർത്താവിന്റെ വീട്ടിൽ നിന്നൊന്നും സാമ്പത്തികമായിട്ട് കൊടുക്കുന്നില്ല എന്നുള്ള ഏട്ടന്റെ കയ്യിൽ നിന്ന് അങ്ങനെ അത് അമ്മ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ ഞങ്ങൾ 23-ാം തീയതി വീട്ടിൽ വന്നപ്പോൾ അമ്മ തന്നെയാണ് പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്യും, നിന്റെ വീട്ടിൽ ഇത്രയ്ക്ക്. അപ്പൊ ഏട്ടൻ എല്ലാ കാര്യങ്ങളും അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഇരിക്കെ തന്നെ പറഞ്ഞു, വീട്ടിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പം നീ ഒരു കാര്യം, നിനക്ക് 2 അനിയത്തിമാരല്ലേ, എന്റെ വീട്ടില് ഞങ്ങള് എന്ത് കഴിച്ചാലും നിന്റെ ഭാര്യയും നിനക്ക് ആഹാരം ഉണ്ടാവും. നീ കിട്ടണ പൈസ വീട്ടിലേക്ക് അയച്ചോട്, ഞങ്ങൾക്കൊന്നും തരണ്ട. 1.5 കൊല്ലം ഞങ്ങൾ പിരിഞ്ഞിരുന്നതാണല്ലേ, ഞങ്ങൾക്കൊന്നും തരണ്ട എന്ന് പറയുകയും കൂടെ ചെയ്തപ്പം ആൾക്ക് കുറെ കൂടെ കോൺഫിഡന്റ് ആയി. അതിന്റെ ഇടയിൽ സെപ്റ്റംബർ 1-ാം തീയതി ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ സെപ്റ്റംബർ 1-ാം തീയതി മൂത്ത അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു. അവരുടെ അടുത്ത് ഇതെല്ലാം മറച്ചു വെച്ചിട്ടാണ് ആ വിവാഹം നടത്തിയത് തന്നെ. അപ്പം അത് ഞങ്ങളുടെ ഇടയിൽ ആദ്യം സംസാരിച്ചത് ആ ഒരു കാര്യമാണ്. കാര്യം ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ പിന്നീട് അത് അറിയുമ്പം ഒരുപാട് ഇഷ്യൂസ് ചിലപ്പം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതില് പെടരുത് എന്ന് പറഞ്ഞിട്ട് ഞാനത് ഏട്ടനോട് പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. അപ്പൊ ഏട്ടന്റെ അമ്മയും കല്യാണം കഴിഞ്ഞ അനിയത്തിയാണ് പറഞ്ഞത്, അറിയിക്കണ്ട, അറിയിച്ചാ ബന്ധം പോവും, ഞാൻ പിന്നീട് എന്തെങ്കിലും അറിയിച്ചോളാം എന്ന്. അവര് എന്തുകൊണ്ടാണ് മൂത്താങ്ങളെ കല്യാണം കഴിച്ചു എന്ന് പറയുന്നതിൽ ആ പെങ്ങളുടെ കല്യാണത്തിന് എന്ത് രീതിയിൽ തടസ്സം വരുമെന്നാണ് അവർ പറയുന്നത്? എനിക്കറിയില്ല മേഡം. അല്ല, എന്തെങ്കിലും സമുദായം നിങ്ങൾ രണ്ടും? ഇല്ല, ഒന്ന് തന്നെയാണ്. പിന്നെ എന്താണത്? അതിനെക്കുറിച്ച് എനിക്കൊന്നും. പ്രേമ ലവ് മാരേജ് ആണെന്ന് പറയുന്നതിന്റെ പ്രശ്നം ഉണ്ടാവുന്നോ? അതിനെക്കുറിച്ച് അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇപ്പൊ അറിയിക്കണ്ട എന്നാണ്. ഞാൻ ഏട്ടൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതാ നിശ്ചയത്തിന് പോയി എന്ന് പറഞ്ഞു. പെട്ടെന്ന് അച്ഛന് സാമ്പത്തികമായിട്ട് അച്ഛനൊന്നും ചെയ്യാത്ത ആളാണ്, ആകെ ഒരു ആങ്ങളുടെ വരുമാനം കൊണ്ടാണ് ഈ കുടുംബം കഴിയുന്നത്. അപ്പൊ കല്യാണം മര്യാദയ്ക്ക് നടത്തത്തില്ലായിരിക്കും എന്നൊക്കെയുള്ള വിചാരം അവർക്കുണ്ടാവും എന്നൊക്കെ ആയിരിക്കാം. ശരി, അറിയില്ല. അപ്പം അവരറിയിച്ചോളാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങള് അതൊരു ഇഷ്യൂ ആയിരുന്നു, പിന്നെ സംസാരിച്ചു. പിന്നെ ഞങ്ങൾക്കിടയിൽ ആകെ സംസാരിച്ചിട്ടുള്ള വിഷയം രജിസ്റ്റർ ചെയ്യാത്ത കാര്യം മാത്രമാണ്. അപ്പൊ അത് ഏട്ടൻ പല ഇഷ്യൂസ് പറഞ്ഞ് ചെയ്യിക്കാം, എന്നെ വിശ്വാസം ഇല്ലേ എന്നാ, ഞാൻ നിന്നെ കളഞ്ഞിട്ട് പോകുന്ന നിനക്ക് പേടിയുണ്ടോ, അങ്ങനെ ഒന്നും ഇല്ലല്ലോ, ഞാൻ നിന്നെ പൊന്നുമില്ലല്ലേ നോക്കണം, ഞാൻ സ്നേഹിക്കുന്നതിൽ എന്തെങ്കിലും കള്ളത്തനം ഉണ്ടോ എന്നെങ്കിലും നിനക്ക് തോന്നിയിട്ടുണ്ടോ? പക്ഷെ ഇതുവരെ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എന്നിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ താമസിച്ചു. അങ്ങനെ ആ 7 മാസമായപ്പോൾ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പോയി. തൃശ്ശൂർ മുതുവറയിൽ അവിടെ ഒരു വീടെടുത്ത് ഞങ്ങൾ താമസിച്ചു. അപ്പം ആ 1.5 മാസത്തോളം ഞങ്ങൾ അവിടെ താമസിച്ചപ്പം അതിന്റെ ഇടയിൽ അച്ഛനാണ് എന്നെ കൊണ്ടാക്കിയത് തൃശ്ശൂര്. അമ്മയായിട്ടുള്ള പ്രശ്നത്തിന്റെ ന്യായമായിട്ടുള്ള കാര്യമൊക്കെ അച്ഛന് മനസ്സിലായി. അപ്പൊ അച്ഛൻ എന്നെ തിരിച്ചു ആക്കിയപ്പോ ഏട്ടൻ്റെ അടുത്ത് പിന്നെ അച്ഛൻ ഏട്ടനായിട്ട് കോണ്ടാക്ട് അച്ഛൻ വഴി വീട്ടിലും പിന്നെ കോംപ്രമൈസായി. ഇനി ഞാൻ തിരിച്ചു വരൂല എന്ന് ഒക്കെ പറഞ്ഞ് അച്ഛൻ പിന്നെ കോംപ്രമൈസ് ആക്കിയിട്ട് അമ്മ തൃശ്ശൂർ എന്നെ കാണാൻ വന്നിട്ട് പിന്നെ പ്രസവമായപ്പം ഏട്ടന് പേടിയായി, കാര്യം പൈസയൊന്നുമില്ല. അപ്പൊ ഏട്ടൻ എന്നോട് പറഞ്ഞ്, ഹൗസ് ഓണർ പറഞ്ഞ് ഈ പ്രസവ സമയത്ത് വീട്ടിൽ വന്ന് നിൽക്കുന്നവർക്ക് എക്സ്ട്രാ പൈസ കൊടുക്കണം, മാസം വാടക അല്ലാണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് ഉടനെ അച്ഛനെ വിളിച്ചു പറഞ്ഞു, അച്ഛൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, 9-ാം മാസം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് ശരി എന്നാ നിങ്ങൾ ഇങ്ങ് പോരെന്ന് പറഞ്ഞു, ഇങ്ങ് വാന്ന് പറഞ്ഞിട്ട് ഞങ്ങള് അങ്ങനെ അടുത്ത ദിവസം തന്നെ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വന്ന് ഡിസംബർ 9-ാം തീയതി ഞാൻ തിരിച്ചു വരുന്നുണ്ട്. വന്ന് ഇവിടെ തന്നെയായിരുന്നു ഡെലിവറി, തെക്കാടായിരുന്നു ഡെലിവറി. പിന്നെ അത് കഴിഞ്ഞ് SIT-ൽ പോയി, അവിടെ കഴിഞ്ഞു വീട്ടിൽ വന്നപ്പോഴും പിന്നെ കുഞ്ഞിന്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് മോള് വെന്റിലേറ്ററിലൊക്കെ ആയി. പിന്നെ 8-ാമത്തെ ദിവസമാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഒരുപാട് ഇതായി, കിട്ടില്ല 10% ഞങ്ങൾ പറയാം. ഈ ജോലി ചെയ്യുന്ന സമയത്തോ അവിടെ ആ സമയത്ത് എന്തെങ്കിലും അസുഖങ്ങൾ രക്ഷിപ്പിക്കുണ്ടായിരുന്നു? എനിക്ക് ഞാൻ നേഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് ഞാൻ വീണിട്ട് എനിക്ക് സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് എന്നും പറഞ്ഞ് നട്ടെല്ലിന് ഒരു പ്രോബ്ലം ഉണ്ടായി. അങ്ങനെ കൈക്കും വലത് കാലിനും തളർച്ചയൊക്കെ വന്നിട്ട് അത് കുറച്ച് അപ്പം ഇത് ഡിസ്ലൊക്കേറ്റഡ് ഒക്കെ ആയപ്പോൾ കുറച്ച് നാൾ പിടിച്ചിടാൻ ഡോക്ടർ പറഞ്ഞു ഒരുപാട് സ്ട്രെയിൻ ചെയ്യരുത്,
കൈക്ക് ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഷോൾഡർ പെയിൻ വന്നാൽ പിന്നെ പെട്ടെന്നൊന്നും പോകൂല. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ. പിന്നെ ഈ അസുഖം എന്ന് പറഞ്ഞാൽ ആജീവനാന്തമാണ്. അപ്പം ഒരുപാട് വെയിറ്റ് ഒന്നും തൂക്കരുത്. ഇപ്പൊ പോയ പോലും ഡോക്ടർ പറയാറുണ്ട് മോളെ പോലെ അധികം എടുക്കരുത് എന്ന് ഇപ്പോഴും പറയാറുണ്ട്. മോളിപ്പോൾ വളർന്നു വരുന്നോണ്ട് കുഞ്ഞിലേക്ക് എടുത്തോണ്ട് നടക്കും പോലെയല്ല, ഇപ്പം എടുത്ത് തോളിലൊക്കെ ഇടുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വരും എന്നിപ്പോഴും പോകുമ്പോൾ. മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആ ഏരിയയിൽ മാത്രമേ അധികം വർക്ക് ചെയ്യാറുള്ളൂ. ബുക്സ് എടുത്ത് താഴെ കൊണ്ടുവച്ചിട്ട് ആ ഏരിയയിലാണ്. അല്ലെങ്കിൽ എന്റെ കൂടെ ആരെങ്കിലും ഇല്ല, ഞാൻ ബാഗില് അധികം ബുക്സ് എടുക്കാറില്ല. നമുക്ക് എക്സ്പീരിയൻസ് വരുന്ന സമയം വരെ കുറച്ചെടുത്താൽ മതി. കുറച്ച് കൂടുതൽ കൊണ്ടുപോയി അവർക്ക് എക്സ്പീരിയൻസ് വന്ന് നമുക്ക് ആ മാർക്കറ്റിങ്ങിന്റെ ട്രിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ച് ബുക്സ് കൊണ്ടുപോയി അത് ബിഗ് എമൗണ്ടിന് സെയിൽ ചെയ്തിട്ട് ബാക്കി ബുക്സ് അവർക്ക് പിന്നെ കൊണ്ടുപോകും. സാധാരണ നമ്മള് ഒരുപോലെ രണ്ട് തോളിലും വെയിറ്റ് തൂക്കിയാൽ വലിയ കുഴപ്പം ഉണ്ടാവില്ല. അല്ലാതെ നമ്മള് കയ്യിലൊക്കെ പിടിച്ചിങ്ങനെ പോകുമ്പോ ഇത് പ്രശ്നമാവും. അപ്പൊ അത് എന്തായാലും കുറെയൊക്കെ നിങ്ങൾക്ക് അത് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് പൈസ ഉണ്ടാക്കണം, പഠിക്കണം എന്നുള്ളതില് വലിയ ഇമ്പോർട്ടൻസ്. കാര്യം വീട്ടിൽ നിന്ന് ഇങ്ങനെ നിൽക്കുന്നു, എല്ലാവരുടെയും മുന്നിൽ എനിക്ക് ലൈഫിൽ സക്സസ് ആവണം എന്നൊരാഗ്രഹം മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ മോളായി, മോളുടെ കാര്യമൊക്കെ ഏട്ടൻ നോക്കാറുണ്ടായിരുന്നു. നൂലുകെട്ടിനൊന്നും അവിടെ നിന്ന് ആരും വന്നില്ലെങ്കിലും എന്റെ വീട്ടിൽ നിന്നൊക്കെ ചെയ്യേണ്ടതൊക്കെ അവര് ഫോൺ വഴിയിട്ടുള്ള കോണ്ടാക്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താല്പര്യം ഉണ്ടായിരുന്നു. അതല്ലാതെ മറ്റൊരു കുട്ടിയെ കല്യാണം കഴിച്ചു എന്നുള്ള വിഷമം വല്ലതും ആയിരിക്കും. അത് അവർക്ക് സ്ത്രീധനം ഒരു പ്രോബ്ലം ആയിരുന്നു. ഓ, അതൊന്നും എനിക്ക് പിന്നീടാണ് ആയിരിക്കാം. ചിലപ്പോ രണ്ട് പെങ്ങന്മാരുള്ള ഒരാളല്ലേ അത്യാവശ്യം നല്ല സ്ത്രീധനം ഒക്കെ കിട്ടുന്ന സ്ഥലത്തുനിന്ന് കല്യാണം കഴിച്ചാൽ അതൊരു സ്ത്രീധനത്തിന്റെ കാര്യമൊക്കെ പിന്നീടാണ് സംസാരിക്കുന്നത്. ഏട്ടൻ അങ്ങനെ ഒന്നും താല്പര്യപ്പെട്ടിട്ടില്ലായിരുന്നു. ഏട്ടന് മനസ്സിലാവണം, ഏട്ടന്റെ വിഷമങ്ങൾ അറിയണം. അതിൽ നിന്ന് ഏട്ടന്റെ ബിസിനസ്സിലായാലും ഒന്ന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാള് മതി എന്ന് ഏട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഞങ്ങൾ മോള് ജനിച്ചു. ഇപ്പം വീട്ടുകാർക്ക് ഒരുപാട് ഫിനാൻഷ്യലി വീണ്ടും അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇതായി. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും അപ്പോഴത്തേക്ക് ഏട്ടൻ്റെ അനിയത്തിയും പ്രഗ്നൻ്റ് ആയി. എൻ്റെ മോളെക്കാലം 6 മാസത്തേക്കേ ഇളയുള്ളൂ, ഏട്ടൻ്റെ അനിയത്തിയുടെ കുട്ടി. അങ്ങനെ അവിടുത്തെയും പ്രശ്നങ്ങളായി. വീണ്ടും ഫിനാൻഷ്യലി വീട്ടിൽ പിന്നെയും പ്രശ്നങ്ങളായപ്പോൾ അണ്ണനും വീട്ടിലൊക്കെ വന്നിട്ട് ഏട്ടനെ വിളിച്ചു പറഞ്ഞ് എന്നെ കൊണ്ടുപോയിക്കൊള്ളാം, അല്ലെങ്കിൽ ഇറക്കി വിടുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഏട്ടൻ ഒരു ദിവസം വെളുപ്പിന് വന്നിട്ട് ഓട്ടോയിൽ വന്ന് എന്നെ കൊണ്ടുപോയിട്ട് അന്ന് തൃശ്ശൂരായിരുന്നു. പെട്ടെന്ന് പോകാൻ വേണ്ടി ജനശതാബ്ദി ട്രെയിനിന് പോകാമെന്ന് പറഞ്ഞ് രാവിലെ വന്ന് കൊണ്ടുപോയി. പക്ഷെ ആ ട്രെയിൻ കിട്ടിയില്ല, വേറെ ട്രെയിനിലാണ് ഞങ്ങൾ പോയത്. പോയി 3 ദിവസം തൃശ്ശൂർ വാര്യർ സമാജ ലോഡ്ജിൽ ഞങ്ങൾ താമസിച്ചു, വീടൊന്നും കിട്ടാത്തതുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അവിടെ കോലഴി എന്ന് പറയുന്ന സ്ഥലത്ത് വെസ്റ്റ് ഫോർട്ടിൻ്റെ നഴ്സിംഗ് സ്കൂളുണ്ട്, പാരാമെഡിക്കലിൻ്റെ, അതിൻ്റെ അടുത്തൊരു വീട് കിട്ടി. അത് ഏട്ടൻ്റെ ഒരു കസ്റ്റമർ തന്നെയാണ്. അതിൻ്റെ അപ്സ്റ്റെയറിൽ ഒരു വീട്, അവർ കട്ടിലൊക്കെ അവിടുന്ന് തന്നെ ഉണ്ട്, മാസം വാടക. അങ്ങനെ അവിടെ താമസിക്കുന്ന സമയത്ത് ഏട്ടൻ 3 ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നു. ഞാനും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് എൻ്റെ വീട്ടുകാരായിട്ട് പിന്നെ കോണ്ടാക്റ്റ് ഇല്ല. ആകെ വീട്ടിലെ കാര്യങ്ങൾ അറിയുന്നത് ഏട്ടൻ്റെ കൂട്ടുകാരൻ, അനിയത്തിയുടെ ഹസ്ബൻഡ്. അന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ല അവരുടെ. അനിയത്തിയുടെ ഏട്ടൻ്റെ കൂട്ടുകാരൻ വഴി കാര്യങ്ങളൊക്കെ പറയും, സംസാരിക്കും ഒക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് അപ്പം ഞാനും അവരുമായിട്ട് റിലേഷൻ കുറഞ്ഞു, വീടുമായിട്ട് റിലേഷൻ കുറഞ്ഞു. ഞങ്ങൾ ഇവിടെ അങ്ങനെ 3 ദിവസം ഏട്ടൻ വീട്ടിൽ പോയ സമയത്ത് 3 രാത്രിയും 2 പകലും ഞാനും എൻ്റെ മോളും മാത്രമേ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്സ്റ്റെയറിലാണ്, താഴെ ഹൗസ് ഓണർ പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു മുകളിൽ ആള് ഇല്ല എന്നുള്ള കാര്യം. ചോദിക്കുമ്പോൾ ഞാൻ പറയും ഏട്ടൻ 4 മണിയുടെ ട്രെയിനിന് കോട്ടയത്ത് പോയി 11 മണിയാകുമ്പോഴേ വരൂ അങ്ങനെ പറഞ്ഞ്. കാര്യം അവർ രാവിലെ പോകുന്നത് കണ്ടിട്ടുണ്ട്, പലപ്പോഴും വരാറുള്ളൂ. അപ്പോൾ ആ വീട്ടിൽ ഞങ്ങൾക്ക് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, ലൈറ്റൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് അതിന് എല്ലായിടവും ബന്ധുസാക്കി. ഞങ്ങൾ വലിയ പേടിയൊന്നും തോന്നിയില്ല. ഞാനും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നിന്നു. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ വന്നു. നമ്മളടുത്ത് ചെല്ലാൻ പറഞ്ഞു, നമുക്ക് പോവാം എന്നും പറഞ്ഞ്. അങ്ങനെ വാടക തീരുന്ന പുതിയ മാസം തുടങ്ങുന്ന ആ സമയം, ഇപ്പോൾ ഓഗസ്റ്റ് 10-ാം തീയതി ആയപ്പോൾ ഞങ്ങളങ്ങ് പോയി. ചെന്നപ്പോഴേ അമ്മ പറഞ്ഞു കർക്കിടക മാസമായിട്ടാണ് കയറി വന്നത്. അതിൻ്റെ ഇഷ്യൂ ആയിരുന്നു തുടക്കം. പിന്നെ അനിയത്തി ഉണ്ടായിരുന്നു, അനിയത്തിയുടെ കുട്ടി പ്രസവിച്ച് തിരിച്ചു പോയിട്ടില്ല. അങ്ങനെ എല്ലാവരുമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ചെന്നപ്പം വലിയ കുഴപ്പമില്ല. കാര്യം ഏട്ടൻ പോയപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, ഏട്ടൻ്റെ ഒരു മാമൻ, അമ്മയ്ക്ക് ആകെ ഒരു ആങ്ങളേ ഉള്ളൂ, ഒരു 4 പെൺകുട്ടികൾ, ഒരാങ്ങളേ ഉള്ളൂ. ആള് കല്യാണം കഴിച്ചത് താഴ്ന്ന ജാതിയിൽ നിന്നാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അവരെ
ഏട്ടൻ്റെ അമ്മൂമ്മേരെ ഒറ്റയ്ക്കാക്കിയിട്ട് മാമനും ഭാര്യയും പ്രത്യേകം പോയി. അപ്പം അതിൻ്റെ ഒരു പേടി അമ്മയ്ക്കും ഉണ്ട്. അപ്പം അതനുസരിച്ചിട്ട് അമ്മ പെരുമാറും. അതൊന്നും മനസ്സിലാക്കി നിന്നോണം. പിന്നൊരു കാര്യം പറഞ്ഞത്, ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇത്രയും നാളും കണ്ട ഞാനല്ല, എനിക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാവും എന്നും പറഞ്ഞു. ഇവരെ പറ്റി നല്ല കോണ്ടാക്ട് ഉണ്ടായിരുന്നു. എല്ലാവരെയും കുറിച്ച് ഏട്ടനെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് കയറിപ്പോണ ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല. എല്ലാം എനിക്ക് പിന്നെ അടുക്കളയിലുള്ള കാര്യങ്ങളൊന്നും എല്ലാം അറിയില്ലായിരുന്നു. അമ്മ തന്നെ എല്ലാം പറഞ്ഞു തന്നു. അച്ഛൻ കുക്കായതുകൊണ്ട് ഏട്ടൻ്റെ അച്ഛനും എല്ലാം പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ ചെയ്തു. കുഴപ്പമില്ല. ഈ സ്ത്രീധനത്തിൻ്റെ സംസാരം അല്ലാണ്ട് വേറെ ചെറിയ ചെറിയ അത് നമുക്കങ്ങ് പോവും എന്നുള്ള രീതിയിൽ അന്ന് ഏട്ടനൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ അങ്ങ് തൃശ്ശൂർ പോവും, ഞാനും കുട്ടിയും മാത്രം വീട്ടിൽ. അപ്പം വീട്ടിൽ ജോലി ഭാരം ഇപ്പം ഈ വെയിറ്റ് എടുക്കുക, എല്ലാവരുടെയും തുണി അലക്കുക, അങ്ങനെയൊക്കെ ഒറ്റയ്ക്ക് ചെയ്തപ്പോൾ പിന്നെയും ബുദ്ധിമുട്ടുകൾ തുടങ്ങി. ആദ്യം വയറുവേദനയായിട്ടാണ് തുടങ്ങി. അങ്ങനെ ഏട്ടൻ തന്നെ കൊണ്ടുപോയി. അപ്പൊ അമ്മയും അച്ഛനും പിന്നെ പെങ്ങളൊക്കെ തിരിച്ചു പോയി കാണും? ഇല്ല ഇല്ല, അപ്പോഴുണ്ടായിരുന്നു ഉണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും തുണി അലക്കേണ്ടി വരും. അത് അങ്ങനെ ചെയ്യണോന്ന് ഏട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റേ പെങ്ങളും അവരൊക്കെ ഉണ്ട്, അവരാരും സഹായിക്കത്തോന്നു? സഹായിക്കാൻ ഞാൻ പറയാറുണ്ടായിരുന്നു. കാര്യം പുതപ്പും എല്ലാം കൂടെ എടുക്കുമ്പോൾ നമുക്ക് നനയ്ക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ അവർക്ക് എന്റെ അസുഖത്തിനെ കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ടാണ്. അമ്മ പറഞ്ഞത് ഞാനും ഇതുപോലെയൊക്കെ ചെയ്തതാണ്, ഞാനും വന്നു കയറിയ വീട്ടിൽ ഇതുപോലെയൊക്കെ ചെയ്തതാണ്. പക്ഷെ ഏട്ടനറിയായിരുന്നു. ഏട്ടനൊന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കിയിരുന്നുണ്ടെങ്കിൽ, ഞാൻ പലപ്പോഴും ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഏട്ടൻ അവരുടെ മുന്നിൽ നിൽക്കാനുള്ള അസുഖക്കാരിയാണെന്നൊന്നും പറയണ്ടെന്ന് വിചാരിച്ചാണോ? അങ്ങനെ കാര്യം കൂട്ടത്തിൽ നിന്നാൽ എനിക്കെല്ലാം ചെയ്യാൻ പറ്റും. ഒറ്റയ്ക്കാവുമ്പോൾ ഈ പശുവിന് തൊഴുത്തിലേക്ക് വെള്ളം തൂക്കിയെടുത്തോണ്ട് പോവുക, കുളിപ്പിക്കുക, തൊഴുത്ത് കഴുകുമ്പോൾ അങ്ങനെ എല്ലാം കൂടെ വിറകെടുക്കുക, തുണിയലൊക്കെ എല്ലാം കൂടെയൊക്കെ ആകുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടാവും. രാത്രി ഇപ്പോൾ ഉറങ്ങി കഴിയുമ്പോൾ 11 മണിയൊക്കെ ആവും കിടക്കുമ്പോൾ. അപ്പം 2 മണിയൊക്കെ ആകുമ്പോൾ മോളും എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉറക്കത്തിലും ഒരിത് ആകെ ഇതാവും. ഞാനത് ചിലപ്പോൾ എണീക്കാൻ ഒരു അരമണിക്കൂറായിട്ട് താമസിക്കുന്നെങ്കിൽ അമ്മയ്ക്ക് അതും മതി സംസാരം. പിന്നെ അതൊന്നും കുഴപ്പമില്ലാണ്ട് പോയി. പിന്നെ ഈ അച്ഛൻ വീട്ടിൽ അവിടുത്തെ ബിവറേജ് അടച്ചതിന് ശേഷം വീട്ടിൽ കുപ്പി കൊണ്ടുവന്നിട്ടുള്ള ബിസിനസ് തുടങ്ങിയപ്പോഴാണ് പ്രശ്നങ്ങൾ പിന്നെയും തുടങ്ങിയത്. കാര്യം അമ്മ ജോലിക്ക് പോകും, അമ്മയ്ക്ക് അവിടെ പറമ്പത്തെ പണിയും കാട് വെട്ടാനൊക്കെ അമ്മ വേണം. അച്ഛൻ വീട്ടിലുണ്ടാവും, ചേട്ടൻ ജോലിക്ക് പോവും, അനിയത്തി പഠിക്കാൻ പോകും. അപ്പോഴത്തേനും ഇളയാള് മൂത്ത ആള് പ്രസവത്തിന് പോയി. ഇതിനിടയിൽ ഇത് കഴിഞ്ഞപ്പം അച്ഛൻ വീട്ടിലെ ആളുകളെ വിളിച്ചിട്ട് വന്നിട്ട് ഈ ആരുമില്ലാത്ത സമയത്ത് മദ്യപാനത്തിൻ്റെ സൽക്കാരവും കാര്യങ്ങളും. അപ്പം എന്നോട് പറയും ഗ്ലാസ് എടുത്തുകൊണ്ട് കൊടുക്ക്, എന്താ കറി വെച്ച കറി എടുത്തുകൊണ്ട് കൊടുക്ക്, അങ്ങനെയൊക്കെ സംസാരിച്ച് അവർക്ക് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ വല്ലാത്ത ഇറിറ്റേഷനായി. ഇത് അടുത്ത വീട്ടിൽ മോളി എന്ന് പറഞ്ഞ ചേച്ചിയുടെ വീട്ടിലൊക്കെ ഞാൻ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് പോയി നിൽക്കും. മനഃപൂർവ്വം അവിടെ എന്തെങ്കിലും സംസാരിക്കാൻ ഉണ്ടാക്കി, ഇത് ഞാൻ പറയില്ല, എന്തെങ്കിലും സംസാരിക്കാൻ ഉണ്ടാക്കി അവിടെ നിന്ന് ഞാനങ്ങ് കാര്യം പറയും. കാര്യം പറഞ്ഞ് നിന്നിട്ട് ഏകദേശം ഇവർ ഇറങ്ങിപ്പോകാറാകുമ്പോഴേ ഞാൻ കയറി അങ്ങ് വരും. അടച്ച് ഒരു മുറിക്കകത്ത് ഇരിക്കാന്ന് വെച്ചാൽ കതകിന് കുറ്റിയോ ജനലിന് അടപ്പോ ഒന്നുമില്ല, ഒരു കർട്ടൻ മാത്രമാണ്. കോൺക്രീറ്റിൻ്റെ കമ്പി ആയതുകൊണ്ട് ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ഒരു ബന്ധോസൊന്നും പകൽ സമയത്ത് എനിക്ക് ആ വീട്ടിൽ കിട്ടിയിട്ടില്ല. കാര്യം 3 ദിവസം ഞാൻ ആ വീട്ടിൽ തൃശ്ശൂർ ആ വീട്ടിൽ ഞാനും മോളും മാത്രം നിന്നിട്ട് എനിക്ക് അപ്പോഴൊരു സെക്യൂരിറ്റി തോന്നിയിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഉണ്ട്. എന്നിട്ട് എനിക്ക് ഒരു പ്രൈവസി ആ വീട്ടിൻ്റെ അകത്ത് കിട്ടുന്നില്ല. അത് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് അച്ഛൻ ആരെയാണ് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരണ്ടേന്ന് അറിയാമെന്ന് പറഞ്ഞു. ഞാൻ അച്ഛനടുത്ത് പറഞ്ഞു, അച്ഛനൊരു ജോലി അറിയാം, അച്ഛൻ അത് ചെയ്തൂടെ, ഇതിപ്പോൾ എല്ലാം കൂടെ ഇവിടെ ഒരു പെങ്കൊച്ചിനെ ഇനി അയക്കാനുണ്ട്, ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ നാണക്കേടല്ലേ എന്ന് വെച്ചാൽ ഉടനെ അമ്മ എൻ്റെ അടുത്ത് എൻ്റെ ഭർത്താവിനെ ചോദ്യം ചെയ്യാൻ നിനക്കെന്താ അവകാശം എന്ന രീതിയിൽ അമ്മ എന്നെ ഒരുപാടെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഭർത്താവ് അന്നൊന്നും ഏട്ടൻ ആ വീട്ടിലില്ല. അപ്പം ഞാനൊരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഏട്ടൻ്റെ കൂടെ പോയത്. ഇനി എനിക്ക് ഏട്ടന് ആവശ്യമില്ല, ഏട്ടനെ കളഞ്ഞിട്ട് എനിക്ക് ആ കുഞ്ഞിനെയും കൊണ്ട് പോകണം, കുറച്ച് കഴിയുമ്പോൾ ആ കുഞ്ഞിനെ എവിടെയെങ്കിലും ഞാൻ കളഞ്ഞിട്ട് ഞാൻ വേറൊരുത്തൻ്റെ കൂടെ പോകും. ഈ രീതിയിലായി പിന്നെ അമ്മായിമ്മയുടെ സംസാരം. ഇതിനിടയിൽ ഏട്ടനില്ലാത്ത സമയം അച്ഛൻ കുടിച്ചിട്ട് വന്നിട്ട് ജനലിൽ കൂടെ കയറി രാത്രി കിടക്കുമ്പം മേലിൽ കയറി പിടിക്കുക. പിന്നെ അടുക്കളയിൽ ഈ പകൽ എന്തെങ്കിലും പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ കുപ്പി എവിടെ എന്നൊക്കെ പറഞ്ഞ് കയ്യിലൊക്കെ കയറി പിടിക്കുക. പിന്നെ മോളെ കുളിപ്പിക്കുമ്പോൾ അത് മിക്കവാറും അമ്മ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് മോൾക്ക് ഈ നമ്മൾ നെഞ്ചൊക്കെ തടവി ബാഗൊക്കെ പിടിച്ചു വിടുമ്പം ഒരു അസഭ്യ രീതിയിലുള്ള സംസാരം, എന്നെ എൻ്റെ മോളുടെ ശരീരത്തിന് കമ്പയർ ചെയ്തിട്ട്. എത്ര വയസ്സാ കുഞ്ഞിന്? 8 മാസം ഉണ്ടായിരുന്നുള്ളൂ. ആ രീതിയിൽ അമ്മ ചിരിച്ചുകൊണ്ട് നിൽക്കും. പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാൻ
ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഏട്ടൻ പറയുന്നത് അച്ഛൻ കുടിച്ചിട്ട് പറയുന്നതല്ലേ, പിന്നീട് അച്ഛന് ഒരു ബോധം ഉണ്ടാവൂല. എന്നും അവിടെ അടിക്കാം കുടിച്ചിട്ട് വന്നിട്ട് അച്ഛനും അമ്മയും അല്ലെങ്കിൽ അച്ഛനും ഏട്ടനും കൂടെ ഒക്കെ ആയിട്ട്. അവസാനം സഹിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു. ഞാൻ വീടുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്ക് സഹിയായിട്ട് പറ്റുന്നില്ല. അന്നൊന്നും ഞാനിത് പറഞ്ഞില്ല. ഞാൻ ആദ്യ തുടക്കത്തിൽ പറഞ്ഞു ഏട്ടാ എനിക്കൊരു ബന്ധവസുള്ള മുറിയെങ്കിലും എന്താ, എന്തെങ്കിലും വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് അതിൻ്റെ അകത്ത് കയറി ഇരിക്കാം. അതൊന്നുമില്ല. എൻ്റെ അനിയത്തിമാർ അതിൻ്റെ അകത്തല്ലേ ജീവിച്ചത്. ഞാൻ പറഞ്ഞു അവരോട് കാണുന്നത് പോലെയല്ല എന്നെ കാണുന്നത്. ഇതൊന്നും പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കണില്ല.